ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? ക്ലാസ്സൊക്കെ കേൾക്കാനായിട്ട് എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണല്ലേ? അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. അതിനു മുമ്പ് ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ വർക്കൊക്കെ നിങ്ങളൊക്കെ ചെയ്തോ? എല്ലാവരും കുറേ മിടുക്കന്മാരും മിടുക്കികളൊക്കെ ചെയ്ത് ടീച്ചർമാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ചെയ്യാത്ത കുറച്ച് കുട്ടികളുണ്ടല്ലോ. അവരെന്ത് ചെയ്യണമെന്നറിയോ? ഈ ക്ലാസ് കഴിഞ്ഞ അപ്പം തന്നെ പോയി നല്ല ഭംഗിയിൽ ചിത്രങ്ങളൊക്കെ വരച്ച് നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുത്തോളൂ കേട്ടോ. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ? ഓർമ്മയുണ്ടോ? അവിടെ നിന്ന് കുറേ പേര് പറയുന്നുണ്ട് ഓർമ്മയുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒന്ന് ചോദ്യം ചോദിക്കട്ടെ. അറിയണവർ വേഗം വേഗം എഴുന്നേറ്റ് നിന്ന് ഉത്തരം പറഞ്ഞോളൂ കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദൈവം ഏറ്റവും ആദ്യം എന്താണ് സൃഷ്ടിച്ചത്? അവിടുന്ന് പറഞ്ഞേ. അവിടുന്ന് ജോർജ് കുട്ടി ഉത്തരം പറയുന്നുണ്ടല്ലോ. എന്താ ദൈവം ഏറ്റവും ആദ്യം സൃഷ്ടിച്ചേ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മിടുക്കൻ. ഇപ്പം എല്ലാവരും കൂടി ജോർജ് കുട്ടിക്ക് ഒരു ക്ലാപ്പ് കൊടുത്തേ. നമുക്ക് ഫ്ലവർ ക്ലാപ്പാണല്ലേ കൊടുക്കാൻ പറ്റുക. എല്ലാവരും കൊടുത്തോ? ഇനി രണ്ടാമത്തെ ചോദ്യം. ആരും ഉത്തരം പറയണേന്ന് ടീച്ചർ ഒന്ന് നോക്കട്ടെ കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ ആദിമാതാപിതാക്കൾ ആരൊക്കെയാണ്? ആരും ഉത്തരം പറയണേ. അവിടുന്ന് അലീന ഉത്തരം പറയുന്നുണ്ട്. ആരാ അലീനെ? ആദവും ഹവ്വയും. മിടുക്കി. അപ്പം അലീനയ്ക്കും ഒരു ക്ലാപ്പ് കൊടുത്ത് എല്ലാവരും. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ടീച്ചർക്ക് അറിയാം നിങ്ങളൊക്കെ മിടുക്കന്മാരും മിടുക്കികളാണെന്ന്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മുടെ ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ ടീച്ചർ ചോദിക്കട്ടെ, നിങ്ങളുടെ അപ്പാപ്പനെയും അമ്മാമ്മയും സൃഷ്ടിച്ചത് ആരായിരിക്കും? ആരാ? ദൈവമാണല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അമ്മച്ചിനെയും അപ്പച്ചനെയും സൃഷ്ടിച്ചത് ആരായിരിക്കും? ആരാ? ദൈവം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചേട്ടനും ചേച്ചിയും അനിയനും അനിയത്തിയൊക്കെ ഉണ്ടല്ലോ. അവരെ സൃഷ്ടിച്ചത് ആരായിരിക്കും? നിങ്ങളുടെ സഹോദരങ്ങളാണല്ലേ അവരെ സൃഷ്ടിച്ചത് ആരാ? ദൈവം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂട്ടുകാരുണ്ടല്ലോ. കൂട്ടുകാരില്ലേ? നോഹിന്റെ കൂട്ടുകാരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ്. ഏതൊക്കെയാ കൂട്ടുകാര്? ധ്യാനുണ്ട്, ഇവാനുണ്ട്, ഏബല്. അങ്ങനെ കുറെ കൂട്ടുകാരുണ്ടല്ലേ. ആ കൂട്ടുകാരെയൊക്കെ സൃഷ്ടിച്ചത് ആരായിരിക്കും? ആരാ? ദൈവം. അങ്ങനെയാണെങ്കിൽ ടീച്ചറെ സൃഷ്ടിച്ചത് ആരായിരിക്കും? ദൈവം. അപ്പൊ നിങ്ങളെ സൃഷ്ടിച്ചത് ആരായിരിക്കും? ഉറക്കെ പറഞ്ഞേ. കേൾക്കാല്ലേ ടീച്ചർക്ക്? ഉറക്കെ പറഞ്ഞേ. ദൈവം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണ്. ഈ ലോകത്തിലുള്ള എല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണ്. പഠിച്ചുല്ലോ നിങ്ങള്? അപ്പൊ നമുക്കൊരു പാട്ട് പാടാം അല്ലേ? എല്ലാവരും ചാടി എഴുന്നേറ്റ് നിന്നോ? ചാടി എഴുന്നേറ്റ് നിന്നില്ല എല്ലാവരും? സുന്ദരനാം ഈശോ സുന്ദരമീ ഭൂമിയിൽ സുന്ദരരാം നമ്മെ സ്വന്തമാക്കി. എന്താ? സുന്ദരനാം ഈശോ സുന്ദരമീ ഭൂമിയിൽ സുന്ദരരാം നമ്മെ സ്വന്തമാക്കി. കുഴലൂതി പാടിടാം കിന്നരങ്ങൾ മീട്ടിടാം. കുഴലൂതി പാടിടാം കിന്നരങ്ങൾ മീട്ടിടാം. ലാല ലാല ഹോയ് ലാല 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 ലാല. പാട്ടിഷ്ടായോ നിങ്ങൾക്ക്? നിങ്ങൾ ഇനി പാടിക്കോളൂ കേട്ടോ. വീട്ടിലിരുന്ന് ഈ പാട്ടൊക്കെ പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളായിട്ട് പാടിക്കോളും. ഇനി ടീച്ചർ ഒരു അനുഭവം പറയാട്ടോ. ഒരു ദിവസം ടീച്ചർ ഹോസ്പിറ്റലിലേക്ക് പോവാ, ആശുപത്രിയിലേക്ക് പോവാ. അസുഖമായിട്ടല്ല കേട്ടോ പോണേ. ടീച്ചറുടെ കസിന് ഒരു ഉണ്ണിവാവ ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ണിവാവനെ കാണാനായിട്ടാണ് പോണേ. ആ ഉണ്ണിവാവയുടെ അപ്പച്ചൻ്റെ പേര് ജോസ് എന്നും അമ്മച്ചിയുടെ പേര് മേരി എന്നുമാണ്. ഓക്കെ. ആ ഉണ്ണിവാവനെ കാണാനായിട്ട് ആ ഹോസ്പിറ്റലിൽ എത്തി. അപ്പോൾ വേറെ കുറേ പേരൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന ബന്ധുക്കളൊക്കെ ഉണ്ണിവാവയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇവൻ്റെ അപ്പച്ചൻ്റെ ചായ എന്ന് പറയുന്നുണ്ട്. കുറേ പേര് പറയുന്നുണ്ട് ഇവൻ്റെ അമ്മച്ചിയുടെ ചായയാണെന്ന്. ടീച്ചർ കുറേ നേരം ഉണ്ണിവാവയുടെ മുഖത്ത് ഇങ്ങനെ നോക്കി നിന്നിട്ട് ടീച്ചർക്കൊന്നും മനസ്സിലാവണില്ല. ഈ ഉണ്ണിവാവയ്ക്ക് ആരുടെ ചായ? അവൻ്റെ അപ്പച്ചിൻ്റെ ആണോ അമ്മച്ചിയുടെ ആണോ എന്ന് ചായ എന്ന് ടീച്ചർക്ക് മനസ്സിലാവണില്ല. ടീച്ചർ ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ച് നിൽക്കുമ്പോൾ ആ റൂമിൽ ഒരു ഫോട്ടോ കണ്ടു. ടീച്ചറുടെ ഒരു ഉണ്ണീശോയുടെ ചിരിക്കണ ഫോട്ടോ കണ്ടു. ടീച്ചർ ആ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കി, ഉണ്ണിവാവേനെയും നോക്കി. രണ്ടുപേർക്കും ഒരേ ചായ, രണ്ടുപേർക്കും ചിരിക്കണ അതേപോലത്തെ ചായ തന്നെ. അപ്പോൾ ടീച്ചർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ
ഈ ഉണ്ണിവാവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ ഉണ്ണീശോയുടെ ഛായയിലാണെന്ന് മനസ്സിലായി. അപ്പൊ ടീച്ചർ ചോദിക്കട്ടെ, ഈ ഉണ്ണീശോ ആരാ? ആരാ ഉണ്ണീശോ? നമ്മുടെയൊക്കെ വലിയ അപ്പച്ചനായ ദൈവമാണല്ലേ, അല്ലേ? അപ്പോൾ ഈ ഉണ്ണിവാവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ ഛായയിലാ? നമ്മുടെ വലിയ അപ്പച്ചനായ ദൈവത്തിന്റെ ഛായയിൽ, അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ണിവാവകളല്ലേ, അല്ലേ? അപ്പൊ നിങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ ഛായയിലാ? ആരുടെയാ? ദൈവത്തിന്റെ ഛായയിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളെ, അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേട്ടനും ചേച്ചിയും അനിയനും അനീത്തിയും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ ഛായയിലാ? ആരുടെയാ? ദൈവത്തിന്റെ ഛായയിൽ. നിങ്ങളുടെ കൂട്ടുകാരുണ്ടല്ലോ, നമ്മൾ കുറച്ചു മുമ്പ് കുറേ കൂട്ടുകാരുടെ പേര് നിങ്ങൾ പറഞ്ഞു. ആ കൂട്ടുകാരൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ ഛായയിലാ? ആരുടെയാ? ദൈവത്തിന്റെ ഛായയിൽ. അപ്പൊ നമ്മൾ എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ്. എല്ലാവർക്കും കിട്ടിയല്ലോ? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ചോദിക്കട്ടെ, എന്താണ് ഈ ദൈവത്തിന്റെ ഛായ? എന്താ ദൈവത്തിന്റെ ഛായ? നിങ്ങൾക്കറിയോ എന്താ ഛായ എന്ന്? അതറിയാനായിട്ട് ടീച്ചർ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങളൊരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ദൈവം ഇങ്ങനെ ഇരിക്കണു, ദൈവത്തിന് ചുറ്റും നിങ്ങളെപ്പോലെ തന്നെ മിടുക്കരായ കുറേ കുട്ടികൾ ഇരിക്കണ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? കണ്ടിട്ടുണ്ടോ? കുറേ പേര് ഈശോയുടെ മടിയിൽ കയറിയിരിക്കുന്നുണ്ട്, കുറേ പേര് ഇങ്ങനെ സൈഡിൽ, കുറേ പേര് തോളിൽ കയറി ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ട്. ആ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഫോട്ടോയിൽ ദൈവത്തിൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നല്ല ചിരിക്കണ സ്നേഹമുള്ള മുഖമാണ് ദൈവത്തിൻ്റെ മുഖം. എങ്ങനത്തെ മുഖം? ചിരിക്കണ നല്ല സ്നേഹമുള്ള മുഖം. അപ്പോൾ എന്തായിരിക്കും ദൈവത്തിൻ്റെ ഛായ? എന്തായിരിക്കും ദൈവത്തിൻ്റെ മുഖഛായ? സ്നേഹമുള്ള ഛായ, അല്ലേ? അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ഛായ സ്നേഹമാണ്. എന്താ നമ്മൾ പഠിച്ചേ? സ്നേഹമാണ് ദൈവത്തിൻ്റെ ഛായ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലാണെന്ന് പഠിച്ചു. സ്നേഹമാണ് ദൈവത്തിൻ്റെ ഛായ എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ നമ്മൾ നമ്മൾ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ അവസാനിക്കാൻ പോണേറ്റ് മുമ്പ് നമുക്കൊരു പാട്ട് പാടിയാലോ? ഒരു പാട്ട് പാടാം, അല്ലേ? പാട്ട് ഇങ്ങനെയാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പാട്ടാണ്. ദൈവം നൽകിയ രൂപം കണ്ടു, മർത്യനു നൽകിയ രൂപം കണ്ടു, ദൈവം തൻ തിരുരൂപം നൽകി, സ്നേഹത്തിൻ തനി രൂപം നൽകി. ഒന്നുകൂടി പാടിയാലോ? ദൈവം നൽകിയ രൂപം കണ്ടു, മർത്യനു നൽകിയ രൂപം കണ്ടു, ദൈവം തൻ തിരുരൂപം നൽകി, സ്നേഹത്തിൻ തനി രൂപം നൽകി. പാട്ട് നിങ്ങളൊന്ന് വേറെ ടൂണൊക്കെ എടുത്തിട്ട് പാടി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാം പാഠത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചുവല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. തുടർന്ന് ആകാശത്തെ മനോഹരമാക്കാനായി പകൽ വെളിച്ചം തരുന്ന സൂര്യനെയും രാത്രിയിൽ വെളിച്ചം തരുന്ന ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. തുടർന്ന് സകലവിധ സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും സൃഷ്ടിച്ചു. അവസാനം ദൈവം എന്താ സൃഷ്ടിച്ചേ? മനുഷ്യനെ സൃഷ്ടിച്ചു. നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, നിങ്ങൾ വളരെ മിടുക്കന്മാരാണ്. ഇനി നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആരൊക്കെയാ? ആദവും ഹൗവയും. മിടുക്കര്. അത് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോളൂ കേട്ടോ. നമ്മുടെ ആദ്യ മാതാപിതാക്കളാണ് ആദവും ഹൗവയും. അത് കഴിഞ്ഞ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചുവല്ലോ. നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണെന്ന് പഠിച്ചു. ദൈവം ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് പഠിച്ചു. ദൈവത്തിൻ്റെ ഛായ സ്നേഹമാണെന്ന് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി നമുക്കൊരു വചനം പഠിച്ചാലോ? ആ വചനം പഠിക്കുന്നതിന് മുമ്പ് ടീച്ചർ കഴിഞ്ഞ ആഴ്ച ഒരു വചനം നിങ്ങളെ പഠിപ്പിച്ചുവല്ലോ. നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ? ഏതായിരുന്നു? ഉൽപ്പത്തി 1-ാം അധ്യായം 27-ാം വാക്യം, അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നും ഒരു അധ്യായം പഠിച്ചാലോ? ഒരു തിരുവചനം പഠിച്ചാലോ? പഠിക്കല്ലേ? അപ്പോൾ നമുക്കൊരു ആക്ഷനിലൂടെ അത് പഠിക്കാം കേട്ടോ. വരുവിൻ, ടീച്ചറുടെ കൂടെ തന്നെ കാണിച്ചോളൂ കേട്ടോ നിങ്ങൾ. വരുവിൻ, നമുക്ക് കുമ്പിട്ടാരാധിക്കാം. എന്താ? വരുവിൻ, നമുക്ക് കുമ്പിട്ടാരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം.
നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. എല്ലാവർക്കും വചനം കിട്ടിയില്ലേ? എല്ലാവർക്കും വചനം കിട്ടിയില്ലേ? സങ്കീർത്തന പുസ്തകം 95-ാം അധ്യായം 6-ാം തിരുവചനം. എല്ലാവരും പഠിച്ചോളൂട്ടോ ഈ വചനം. നിങ്ങൾ പഠിക്കുന്ന ടീച്ചർക്കറിയാം, നിങ്ങൾ മിടുക്കരല്ലേ. ഇനി ടീച്ചർ ഒരു കാര്യം ചോദിക്കാം. ഒരു ദിവസം നിങ്ങളുടെ വികാരിയച്ഛൻ വീട്ടിലേക്ക് വരികയെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കാം. ഗേറ്റൊക്കെ തുറന്ന് അച്ഛനകത്തേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അച്ഛനെ കണ്ടു, നിങ്ങൾ ഓടിപ്പോയിട്ട് എന്താ ചെയ്യുക? ഗുഡ് മോർണിംഗ് പറയൂ അച്ഛനോട്. ഗുഡ് മോർണിംഗ് ആണോ പറയണ്ടേ? അല്ല അല്ലേ? എന്താ ചെയ്യുക? സ്തുതി കൊടുക്കൂല്ലേ? സ്തുതി കൊടുക്കില്ലേ അച്ഛന്? അപ്പം എങ്ങനെയാ നിങ്ങൾ സ്തുതി കൊടുക്കുക? എങ്ങനെയാ കൊടുക്കണ്ടേ സ്തുതി? കൈയൊക്കെ കൂപ്പി പിടിച്ച് എന്ത് പറയണം? ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എന്താ പറയണ്ടേ? ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അപ്പം അച്ഛൻ തിരിച്ചെന്ത് പറയും? ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പം നിങ്ങളിനി അച്ഛനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് ഒന്നും പറയരുത് കേട്ടോ. എല്ലാവരും സ്തുതി കൊടുത്തോളൂ കേട്ടോ. അച്ഛനെ കാണുമ്പോൾ മാത്രമല്ല, സിസ്റ്റേഴ്സിനെ കാണുമ്പോഴും, നിങ്ങളുടെ കാറ്റീസം ടീച്ചേഴ്സിനെ കാണുമ്പോഴും, കാറ്റീസത്തിൽ നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരെ കാണുമ്പോഴൊക്കെ നിങ്ങൾ സ്തുതി കൊടുക്കണം. പിന്നെ നമ്മൾ എപ്പോഴാണ് സ്തുതി കൊടുക്കാറ്? നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാവർക്കും സ്തുതി കൊടുക്കും അല്ലേ? ചെയ്യാത്തവരുണ്ട് അങ്ങനെ? ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എല്ലാവർക്കും സ്തുതി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്തുതി കൊടുക്കാനായിട്ട് പഠിച്ചു. ഇനി ടീച്ചർ നേരത്തെ പഠിപ്പിച്ചു അല്ലേ, ദൈവത്തിൻ്റെ ഛായ എന്താണെന്നാ പഠിപ്പിച്ചേ? സ്നേഹമാണ് ദൈവത്തിൻ്റെ ഛായ എന്ന് പഠിപ്പിച്ചു അല്ലേ? ആ ഛായയിലാണ് നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടെ പെരുമാറണം. ദൈവമക്കൾ എന്ന നിലയിൽ നമ്മൾ എല്ലാവരോടും എന്ത് ചെയ്യണം? സ്നേഹത്തോടെ പെരുമാറണം. അപ്പം നമ്മൾ ഇന്ന് തൊട്ടൊരു തീരുമാനം എടുക്കാനായിട്ട് പോവാണ്. എല്ലാ മിടുക്കന്മാരും മിടുക്കികളും ടീച്ചറുടെ കൂടെ തന്നെ തീരുമാനം എടുത്തോളൂ കേട്ടോ. ഇന്ന് തൊട്ട് ഞങ്ങൾ എല്ലാവരോടും സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുക. അങ്ങനെ നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുത്തു, വചനം പഠിച്ചു, സ്തുതി കൊടുക്കാനായിട്ട് പഠിച്ചു. ഭയങ്കര മിടുക്കന്മാരും മിടുക്കികളാണ് കേട്ടോ നിങ്ങൾ. അവസാനം ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ, നിങ്ങൾക്ക് കിട്ടുമോ? ചോദ്യം ഇതാ വരുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദൈവം ആരുടെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവം ആരുടെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? അവിടുന്ന് എന്തോരം മിടുക്കര ഉത്തരം പറയുന്നേ, എന്തോരം പേര് ഉത്തരം പറയണേ. ആരുടെ ഛായയിലും സാദൃശ്യത്തിലാ? ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. രണ്ടാമത്തെ ചോദ്യം: ദൈവത്തിൻ്റെ ഛായ എന്താണ്? എന്താ ദൈവത്തിൻ്റെ ഛായ? എല്ലാവർക്കും അറിയാവുന്ന ടീച്ചർക്ക് അറിയാം. എന്താ? സ്നേഹമാണ് ദൈവത്തിൻ്റെ ഛായ. അങ്ങനെ നമ്മൾ നമ്മുടെ ഒന്നാമത്തെ പാഠം അവസാനിക്കുകയാണ്. ഈ പാഠത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടു, അറിഞ്ഞു, പഠിച്ചു. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചോളൂ കേട്ടോ. അപ്പോൾ പാഠം അവസാനിപ്പിക്കുമ്പോൾ എന്ത് തരണം? വർക്ക് തന്നില്ലല്ലേ ടീച്ചർ? വർക്ക് ഇത്രയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്: ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഒരു തിരുവചനം, അതിൽ നിറം കൊടുക്കാനായിട്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വചനം എടുത്ത് ടെക്സ്റ്റ് ബുക്കിൽ നല്ല ഭംഗിയിൽ അതിന് നിറമൊക്കെ കൊടുത്ത് എന്ത് ചെയ്യണം? ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇപ്പം എല്ലാവരും ചെയ്യില്ലേ? എല്ലാ കുഞ്ഞുമക്കളും ചെയ്യില്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിച്ചാലോ? എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയൊക്കെ കൂപ്പിക്കോളൂ കേട്ടോ. ഓക്കെ. ഞങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ ഞങ്ങളുടെ വലിയ അപ്പച്ചനായ ദൈവമേ, ജീവിതത്തിലുടനീളം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാനായി ഞങ്ങളെ സഹായിക്കണമേ.